Hi students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് പഠിച്ചത്. പിന്നീട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആ എക്സസൈസ് നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് എക്സസൈസ് 1.1 ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് ഇന്ന് ചെയ്യാം. 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ is equal to set 1, 2, 3, 4, 5, 6 as R is equal to set xy such that y is divisible by x. നമുക്ക് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് 1, 2, 3, 4, 5, 6 ആ സെറ്റാണ്. 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സിൻ്റെ സെറ്റിൽ ഡിഫൈൻ ചെയ്ത റിലേഷൻ. എന്താണ് റിലേഷൻ? ഓർഡേർഡ് പെയർ xy such that y is divisible by x. ആ ഓർഡേർഡ് പെയറിലെ രണ്ടാമത്തെ എലമെൻറ്റ് ഡിവിസിബിൾ ബൈ ദ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ആ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുള്ള റിലേഷനെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം, ഒന്ന് റോസ്റ്റർ ഫോമിൽ എഴുതാം. അപ്പോൾ എന്താണ് വരിക? R ഈക്വൽ ടു നോക്കിയേ XY, ഈ നമ്പേഴ്സ് എടുത്തിട്ട് നമുക്ക് നോക്കണം. XY എഴുതണം. നമുക്ക് നോക്കിയേ 1, 1 എന്ന് എഴുതിക്കൂടെ? എന്താ കാരണം? നമുക്കറിയാം 1/1 അല്ലേ, ഡിവിസിബിൾ ആണ്. 1/1, സോ 1 എന്ന് എഴുതി. ഇനി 1, 1 എന്ന് എഴുതാം. ഇനി അടുത്ത അതിൽ നോക്കിയേ 1, 2 എഴുതാം, കാരണം 2 ഈസ് ഡിവിസിബിൾ ബൈ 1 അല്ലേ. 1, 2 എന്ന് എഴുതാം. ഇനി 1, 3 എഴുതാം, 3 ഈസ് ഡിവിസിബിൾ ബൈ 1 ആണ്. 1, 4 എഴുതാം, 1, 5 എഴുതാം, 1, 6 എല്ലാം ഡിവിസിബിൾ ബൈ 1 ആണ്. ഇനി 2 എടുത്തു കഴിഞ്ഞാലോ? 2 എടുത്തു കഴിഞ്ഞാൽ 2, 2 അല്ലേ. പിന്നെ എന്ത് എഴുതാം? 2, 4 എഴുതാം, കാരണം 4 ഇസ് ഡിവിസിബിൾ ബൈ 2 ആണ്. പിന്നെയോ 2, 6 എഴുതാം, 6 ഇസ് ഡിവിസിബിൾ ബൈ 2. ഇനി 3, 3 എഴുതാം, 3, 6 എഴുതാം അല്ലേ. 6 ഇസ് ഡിവിസിബിൾ ബൈ 3 ആണ്. പിന്നെ 4 എടുത്തു കഴിഞ്ഞാൽ 4, 4 ഉണ്ട്. പിന്നെ അവിടെ വേറെ നമ്പേഴ്സൊന്നും പറ്റില്ല, 4, 4 മാത്രമേ പറ്റുള്ളൂ. പിന്നെ 5 എടുത്തു കഴിഞ്ഞാൽ 5, 5 ഉണ്ട്. 6 എടുത്താൽ 6, 6. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ റോസ്റ്റർ ഫോമിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ റിലേഷൻ ഇതായിരുന്നു, ഓർഡേർഡ് പെയർ XY സച്ച് ദാറ്റ് y ഈസ് ഡിവിസിബിൾ ബൈ x. സെക്കൻഡ് എലമെൻറ്റിനെ ഫസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് ഓരോന്നായിട്ട് എന്ത് നോക്കുക, ചെക്ക് ചെയ്യാം. എന്തൊക്കെയാണ്? ആദ്യം റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇതെല്ലാം 1 എടുത്തു കഴിഞ്ഞാൽ 1, 1 ഈ റിലേഷനിൽ വേണം, 2, 2 ഇതിൽ വേണം. അങ്ങനെ ഓരോന്നും നോക്കി, എല്ലാം ഇല്ലേ ഇവിടെ? 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 4, 4 ഉണ്ട്, 5, 5 ഉണ്ട്, 6 ഉണ്ട്. എല്ലാം ബിലോങ്സ് ടു R ഈ റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? therefore R is റിഫ്ലെക്സീവ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നോക്കി, സിമ്മെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമ്മെട്രിക് ആവാനായിട്ട് നമ്മളുടെ റിലേഷൻ ഇതെടുത്ത് 1, 2 ഉണ്ട് അല്ലേ. ഒരു ഓർഡേർഡ് പെയർ 1, 2 എടുത്തു. പക്ഷേ 1, 2 ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? സിമ്മെട്രിക് ആണെങ്കിൽ 2, 1 വേണം. പക്ഷെ 2, 1 അവിടെ ഉണ്ടല്ലോ. അപ്പോൾ 1, 2 ബിലോങ്സ് ടു R, ബട്ട് 2, 1 ഡസൻറ്റ് ബിലോങ് ടു R. അപ്പോൾ എന്തെന്ന് എഴുതാം? therefore R is not symmetric എന്ന് എഴുതാം. സിമെട്രിക് അല്ല, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല. ഇനി അടുത്തത് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇപ്പോൾ 1, 2 എടുക്കുക. 1, 2 എടുത്തു കഴിഞ്ഞാൽ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ വേറൊരു ഓർഡേർഡ് പെയർ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ 1, 2 എടുത്തു, 2, 4 എടുക്കുക. 1, 2, 2, 4 എടുക്കും. അങ്ങനെയാണെങ്കിൽ 1, 4 ഉണ്ടാവണം അല്ലേ. ഈ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റും ഈ 2, 4 രണ്ടാമത്തെ എലമെൻറ്റും ഉള്ള ഒരു ഓർഡേർഡ് പെയർ അതിലുണ്ടാവണം. 1, 4 അതിലുണ്ടാവണം. 1, 4 ഉണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ. ഇനി വേറെ ഒരെണ്ണം എടുത്ത് നോക്കി. ഇപ്പോൾ 1, 3 എടുക്കുക. 1, 3 എടുത്തു കഴിഞ്ഞാൽ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേർഡ് പെയർ ഇവിടെ വേണം, ഉണ്ടല്ലോ അല്ലേ. 3, 6 ഉണ്ട്, 3, 3 ഉണ്ട്. അപ്പോൾ 1, 3 3, 6 എടുത്തു കഴിഞ്ഞാൽ 1, 3 3, 6 എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 1, ഇവിടുത്തെ ലാസ്റ്റ് എലമെൻറ്റ് 6. 1, 6 ഇതിലുണ്ടാവണം.
16 ഉണ്ടല്ലോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് എലമെൻറ്റ് നമ്മൾ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻസ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് എഴുതുമ്പോൾ എന്നത് എഴുതാം. ഇപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെന്ന് വിചാരിക്കുക. എക്സ് വൈ ബിലോങ്സ് ടു ആർ, കാരണം എന്താ, വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് വൈ സെഡ് ബിലോങ്സ് ടു ആർ. വൈ സെഡ് ഓർഡേഡ് പെയർ വൈ സെഡ് ഈ റിലേഷനിലുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നോക്കുക, എക്സ് വൈ ബിലോങ്സ് ടു ആർ, വൈ സെഡ് ബിലോങ്സ് ടു ആർ ഇല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം, എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറഞ്ഞൂടെ. ദെൻ വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. ഇത് ഞാൻ ജനറലായിട്ട് നമ്മളിങ്ങനെ എഴുതാൻ വേണ്ടിയാണ്. നമ്മളിതിന് ചെക്ക് ചെയ്യുമ്പോൾ അത് കിട്ടും, ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടും. അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറയാം. അതേപോലെ നമ്മൾ വൈ സെഡ് ബിലോങ്സ് ടു ആർ ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, സെഡ് ഈസ് ഡിവിസിബിൾ ബൈ വൈ എന്ന് പറയാം. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കാം, വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആൻഡ് സെഡ് ഈസ് ഡിവിസിബിൾ ബൈ വൈ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ദെർഫോർ സെഡ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറഞ്ഞൂടെ. അതെങ്ങനെയാണ്, കാരണം വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സും ആണ്, അതേപോലെ സെഡ് ഈസ് ഡിവിസിബിൾ ബൈ വൈ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, സെഡ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറയാം. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് എഴുതാം, സെഡ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആണെങ്കിൽ നമുക്ക് വിച്ച് ഇംപ്ലൈസ് ഓർഡർ പെയർ എക്സ് സെഡ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതിക്കൂടെ, സെഡ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് എന്തെന്ന് പറയാം, ദെർഫോർ ആർ ഇസ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഈ റിലേഷൻ ഹെൻസ് ആർ ഇസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. സിമെട്രിക് അല്ല, സിമെട്രിക് എൻ്റെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തില്ല. അതുകൊണ്ട് സിമെട്രിക് അല്ല, പക്ഷേ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. 1.1 ഫസ്റ്റിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. റിലേഷൻ ആർ ഇൻ ദി സെറ്റ് സെഡ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് എൻ ഇൻറ്റീജർ. ഇവിടെ തന്നിരിക്കുന്നത് ഓർഡേഡ് പെയർ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് മൈനസ് വൈ ഈസ് എൻ ഇൻറ്റീജർ. ഇനി നമുക്കിത് ചെക്ക് ചെയ്യണം, ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് റിഫ്ലെക്സീവ് എന്തെന്ന് പറയാം, ഫോർ എവറി എ ബിലോങ്സ് ടു സെഡ്, ഇൻറ്റീജേഴ്സിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 അല്ലേ, അതെന്താണ്, അത് ഇൻറ്റീജറാണ്. അപ്പോൾ ഫോർ എവറി എ ബിലോങ്സ് ടു സെഡ് എ മൈനസ് എ ഈക്വൽ ടു 0 വിച്ച് ബിലോങ്സ് ടു എന്താണ്, സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. 0 ബിലോങ്സ് ടു സെഡ്. അപ്പോൾ എന്തെന്ന് പറയാം, ഓർഡേഡ് പെയർ എ ബിലോങ്സ് ടു ആർ എന്ന് പറയാം. മനസ്സിലായല്ലോ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദെയർഫോർ ആർ ഇസ് റിഫ്ലെക്സീവ് എന്ന് പറയാം. ഏത് എലമെൻ്റ് എടുത്താലും നമുക്ക് 0 ആണ് കിട്ടുക. 0 എന്നുള്ളത് ബിലോങ്സ് ടു സെഡ് ആണ്, ഇൻറ്റീജർ ആണ്. അപ്പോൾ അത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. ഇനി അടുത്ത് നോക്കിയേ, സിമെട്രിക് ആണെന്ന് ചെക്ക് ചെയ്യാം. എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് എന്താണ് ഡെഫിനിഷൻ, എ മൈനസ് ബി ഈസ് എൻ ഇൻറ്റീജർ അല്ലേ. ഇനി എ മൈനസ് ബി ഇൻറ്റീജർ ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവും എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും. നമുക്ക് എന്തെന്ന് എഴുതാം, വിച്ച് എംപ്ലൈസ് മൈനസ് ഓഫ് എ മൈനസ് ബി അല്ലേ. മൈനസ് ഓഫ് എ മൈനസ് ബി ഈസ് എൻ ഇൻറ്റീജർ, വിച്ച് എംപ്ലൈസ് മൈനസ് ഓഫ് എ മൈനസ് ബി ഈസ് എൻ ഇൻറ്റീജർ. എന്താണ് മൈനസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ, ഈ മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് ബി മൈനസ് എ എന്ന് കിട്ടും. അപ്പോൾ എന്തെന്ന് പറയാം, ബി മൈനസ് എ ഈസ് എൻ ഇൻറ്റീജർ എന്ന് പറയാം. അപ്പോൾ എന്ത് കിട്ടി, എ മൈനസ് ബി ഇൻറ്റീജർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ബി മൈനസ് എയും ഇൻറ്റീജർ ആണെന്ന് കിട്ടി. അപ്പോൾ എന്തെന്ന് പറയാം, ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, ബി എ ബിലോങ്സ് ടു ആർ അല്ലേ. ബി എ ബിലോങ്സ് ടു ആർ, ദെയർഫോർ ആർ ഇസ് സിമെട്രിക് ആണെന്ന് കിട്ടി. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാൻ എ ബി ബിലോങ്സ് ടു ആർ ആണ്, അതുപോലെ നമ്മൾ ബി സി ബിലോങ്സ് ടു ആർ എന്ന് കരുതാം. ഇനി എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എന്തെന്ന് പറയാം, എ മൈനസ് ബി ഈസ് എൻ ഇൻറ്റീജർ, അതാണ് ഇവിടുത്തെ റിലേഷൻ. ഇനി ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിലോ നമുക്ക് എന്ത് പറയാം, ബി മൈനസ് സി ഈസ് ഓൾസോ എൻ ഇൻറ്റീജർ അല്ലേ. ഓർഡേഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എ മൈനസ് ബി ഈസ് എൻ ഇൻറ്റീജർ,
ഓർഡേഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി മൈനസ് സി ഈസ് ഓൾസോ എൻ ഇൻറ്റിജർ. ഇത് രണ്ടൊന്ന് ആഡ് ചെയ്ത് നോക്കി. രണ്ട് ഇൻറ്റീജേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ അതും ഇൻറ്റീജറാണ് അല്ലേ. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. ഈ മൈനസ് ബിയും പ്ലസ് ബിയും കട്ടാവും, നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് സി എന്ന് കിട്ടും. അതും എന്താണ്? ഇൻറ്റീജറാണ്. നമുക്ക് എന്തെന്ന് പറയാം? എ മൈനസ് സി ഈസ് ഓൾസോ എൻ ഇൻറ്റീജർ, വിച്ച് ഇംപ്ലൈസ് എ സി ഓർഡേഡ് പെയർ എ സി ബിലോങ്സ് ടു ആർ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ? എന്താണ്? എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? എ സി ബിലോങ്സ് ടു ആർ. അത് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ റിലേഷൻ എന്ത്? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ റിലേഷൻ എന്താണ്? ദിസ് റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ക്ലിയർ ആയല്ലോ? അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എക്സസൈസ് 1.1ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ ഈ സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. നമ്മുടെ റിലേഷൻ എന്താണ്? സെറ്റ് ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ഫസ്റ്റ് എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റിനേക്കാളും ഒന്നുകിൽ ഈക്വൽ ആവണം, അല്ലെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റിനേക്കാളും ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ബി സ്ക്വയർ ആണ്. കണ്ടോ? അപ്പോൾ നോക്കിയേ, ആദ്യം നമ്മൾ റിഫ്ലെക്സീവ് നോക്കാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ എലമെൻ്റ് അല്ലേ, അതേ എലമെൻറ്റ് തന്നെ എടുക്കണം. നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. 1/2 എടുത്തു. 1/2 1/2 നോക്കിയേക്കേ. 1/2 1/2 എന്ന് പറയുന്നത് ഈ റിലേഷനിൽ വരുമോ? എന്താണ് ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നല്ലേ. നമ്മൾ 1/2 1/2 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ 1/2ൻ്റെ സ്ക്വയർ എന്താണ്? 1/4 ആണ് അല്ലേ. അത് 1/2നേക്കാളും ചെറുതല്ലല്ലോ. അല്ല, 1/2 ആണ് വലിയ നമ്പർ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? 1/2 ഡസൻ ബിലോങ് ടു ആർ. ദ റീസൺ ആസ് 1/2 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1/4 ആണ്. 1/4നേക്കാളും വലുതാണ് 1/2. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. അതിവിടെ പറ്റില്ല, ആപ്ലിക്കബിൾ അല്ല. കാരണം നമ്മൾ 1/2 എടുത്തു കഴിഞ്ഞപ്പോൾ റിയൽ നമ്പറിൽ നിന്ന് ഒരു എക്സാമ്പിൾ 1/2 എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2 ഗ്രേറ്റർ ദാൻ 1/4 എന്ന് കിട്ടി. അപ്പോൾ എന്തെന്ന് എഴുതാം? ദെർഫോർ ആർ ഇസ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് എഴുതി. ഇനി നമ്മൾ സിമെട്രിക് ഒന്ന് ചെയ്ത് നോക്കിയേ. സിമെട്രിക് ചെക്ക് ചെയ്യാനായിട്ട് 1 2 എടുക്കുക. 1 2 എന്ന് പറഞ്ഞത് ഈ റിലേഷനിൽ വരും. കാരണം എന്താ? 1 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ, ഇവിടുത്തെ ഡെഫിനിഷൻ അനുസരിച്ച് 2ൻ്റെ സ്ക്വയർ 4നേക്കാളും ചെറുതാണ്. 1 ലെസ് ദാൻ 4 ആണ്. തിരിച്ചായാലോ 2 1 ആവോ? 2 1 റിലേഷൻ ആവില്ല. കാരണം എന്താ? 2 എന്ന് പറയുന്നത് ഇവിടെ തിരിച്ചു വരുമ്പോൾ 1ൻ്റെ സ്ക്വയറിനേക്കാളും ചെറുതല്ലല്ലോ. 2 ആണ് വലിയ നമ്പർ. അപ്പോൾ 1 2 ബിലോങ്സ് ടു ആർ, ബട്ട് 2 1 ഡസൻ ബിലോങ് ടു ആർ. അപ്പോൾ എന്തെന്ന് എഴുതാം? ദെർഫോർ ആർ ഇസ് നോട്ട് സിമെട്രിക് എന്ന് എഴുതാം. ഇനി എന്താണ്? ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുക. അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഓർഡർ പേര് എടുക്കുക. 10 4 ബിലോങ്സ് ടു ആർ ആണ്. കാരണം എന്താ? 10 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയറിനേക്കാളും കുറവാണ്. 4ൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ 10 ലെസ് ദാൻ 16 കിട്ടി. അതുകൊണ്ട് എന്താണ്? 10 4 ഈ റിലേഷനിലുണ്ട്. വേറൊരു എക്സാമ്പിൾ എടുക്കുക. 4 3. കാരണം 10 4 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് എടുക്കണം? 4 വെച്ചിട്ടുള്ള ഒരു ഓർഡർ പേര് എടുക്കണം. 4 3 എടുത്ത് നോക്കിയേ. 4 ലെസ് ദാൻ ഇവിടെ 3 എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ 9 അല്ലേ. 4 ലെസ് ദാൻ 9 ആണ് അല്ലേ. അപ്പോൾ 4 3യും ഈ റിലേഷനിൽ ഉണ്ട്. കാരണം 4 ലെസ് ദാൻ 9, 3യുടെ സ്ക്വയറിനേക്കാളും ചെറുതാണ് എന്ത്? 4. അപ്പോൾ എന്ത് കിട്ടി? 10 4 ബിലോങ്സ് ടു ആർ ആണ്. 4 3 ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ട്രാൻസിറ്റീവ് ആണെങ്കിൽ 10 3 ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റും ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റും 10 3 ബിലോങ്സ് ടു ഈ റിലേഷനിൽ ആയിരിക്കണം. 10 3 പറ്റുമോ? നോക്കിയേ. 3യുടെ സ്ക്വയർ 9 അല്ലേ.
അപ്പോൾ 10<9 അല്ലല്ലോ. അപ്പോൾ എന്തെന്ന് പറയാം? ബട്ട് 10(3) ഡസൻറ്റ് ബിലോങ് ടു ആർ. അപ്പോൾ ഇവിടെ ട്രാൻസിറ്റീവ് അല്ല അല്ലേ? therefore R is not transitive. നമുക്ക് പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത് എന്താണ്? ഈ റിലേഷൻ നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമ്മട്രിക് നോർ ട്രാൻസിറ്റീവ് എന്നാണ്. കിട്ടിയാലോ? അതുകൊണ്ട് നമ്മൾ എഴുതുക എന്ത്? R is neither reflexive nor symmetric nor transitive. ക്ലിയർ ആയല്ലോ? നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്.